നാട്ടിൽ 2019 കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയും പോലെ ഗൾഫ് കൺട്രീസിൽ നിന്ന് മാറിയിട്ട് യൂറോപ്യൻ കൺട്രീസിലേക്ക് UK, ഫ്രാൻസ്, അതല്ലെങ്കിൽ ജർമ്മനി തുടങ്ങിയ പല രാജ്യങ്ങളിലേക്കും നാട്ടിൽ നിന്നുള്ള കുട്ടികൾ അതല്ലെങ്കിൽ ഫാമിലിയോടെ പറിച്ചു നടപ്പെട്ടൊരു വർഷമായിരുന്നു ആ സമയത്ത്. ഈ പറയുന്നത് പോലെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ടൊരു ബൂം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഭയങ്കര സംസാരമായിരുന്നു. ഈ പറയും പോലെ ഗൾഫ് കൺട്രീസിലേക്ക് പോകുമ്പോൾ അല്ല യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ തിരിച്ചു വരില്ല നാട്ടിലേക്ക് എന്നുള്ളതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നത്. ഇന്നത്തെ വിഷയം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കയറി പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ കയറി പോകുന്ന നാട്ടിലൊരു സാധാരണക്കാരനായിട്ടുള്ള അത്യാവശ്യം ലക്ഷങ്ങൾ കടമുള്ള ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പൊതുവെ കളിയാക്കി വിളിക്കുന്ന പാവാട വിസ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ കയറി വന്ന ഒരാളുടെ 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ UK എന്നുള്ള സാധനമാണ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, നാട്ടിൽ നിന്ന് UK കയറി പോകുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൗണ്ട് റേറ്റ് ആണ്. ഇവിടെ ഒരാഴ്ചയിൽ 2 ആഴ്ചയിൽ പണിയെടുത്താൽ ഒരു മാസം പണിയെടുത്ത് കഴിഞ്ഞ് നാട്ടിലേക്ക് ഫണ്ട് അയക്കാൻ നേരത്ത് നാട്ടിലെ ഫണ്ട് റേറ്റും അല്ലെങ്കിൽ നമ്മുടെ രൂപയുടെ മൂല്യം കുറവും പൗണ്ട് റേറ്റ് ഭയങ്കര ഉയരത്തിലുള്ളതുകൊണ്ട് എന്ത് തോന്നും, നല്ലൊരു വലിപ്പം തോന്നും. ഈ വലിപ്പത്തിലാണ് നമ്മുടെ ആദ്യത്തെ കണ്ണ് മഞ്ഞളിക്കുക അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓക്കെ കൊള്ളാം എന്നൊരു നമുക്കൊരു സാധനം തോന്നുന്നത്. എൻ്റെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് 20 മണിക്കൂറാണ് സ്റ്റുഡൻറ്റിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഡിപ്പെൻഡൻറ്റിന് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. സോ സ്റ്റുഡൻറ്റ് നോർമലി ഉണ്ടാക്കുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചിലവുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകും. അതേസമയം ഡിപ്പെൻഡൻ്റെ പൈസ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ഉണ്ടാക്കുന്ന പൈസ എന്ന് വെച്ചാൽ നമ്മുടെ സേവിങ്സിലേക്ക് മാറ്റി വെക്കാൻ പറ്റും എന്നുള്ളതാണ് നാട്ടിൽ നിന്ന് നമുക്ക് വരുമ്പോഴുള്ള കൺസെപ്റ്റ്. എങ്കിലും ഇവിടെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാറും. ഈ സ്റ്റുഡൻസിന് കൃത്യമായിട്ട് വർക്ക് കിട്ടാണ്ടാവുക അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റും കൃത്യമായിട്ട് വർക്ക് കിട്ടാണ്ടാവുക, അതല്ലെങ്കിൽ ഇത് രണ്ടുപേർക്കും കൃത്യമായിട്ട് വർക്ക് കിട്ടിയാലും നമ്മുടെ ഇവിടുത്തെ കോസ്റ്റിൽ കുറേ വേരിയേഷൻസ് ഉണ്ടാവുക, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വ്യത്യാസം വരിക തുടങ്ങി പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഫ്ലക്ച്വേറ്റഡ് ആവാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഈ രാജ്യത്തുണ്ടാവും. സോ അങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് എനിക്കും ഈ പറയും പോലെ കുറേ കാര്യങ്ങൾ നേരിടേണ്ട കാര്യങ്ങളൊക്കെ വന്നുവെങ്കിലും പക്ഷേ അൽഹംദുലില്ലാ അത്യാവശ്യം നിന്ന് പോയി എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ പ്രധാനമായിട്ടും വ്യത്യാസം തോന്നുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ്. നമുക്ക് നാട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കലായിട്ട് നമുക്ക് പബ്ലിക്കായിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ക്ലിനിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഓടി ചെന്നിട്ട് നമുക്ക് പറയുമ്പോൾ ഡോക്ടറെ എങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്ന് പറയാം. നമുക്ക് അവരെന്താണെന്ന് വെച്ചാൽ കൃത്യമായ ചികിത്സ തരും, പൈസയും കൊടുത്തിട്ട് നമ്മൾ സ്ഥലം തരും, പുറത്ത് വരും. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പബ്ലിക്കായിട്ട് മെയിനായിട്ടൊരു ടോപ്പ് ലെവൽ NHS എന്ന് പറയും. NHSൻ്റെ കീഴിലായിട്ട് ജനറൽ പ്രാക്ടീഷണർ GP എന്ന് പറയും. ഓരോ ഏരിയയിലും GP ഉണ്ട്. ഈ GPയിലേക്ക് നമുക്ക് അവിടെ ഒരു ഇന്ന ഏരിയകളിൽ താമസിക്കുന്ന ആളുകൾ ഈ GPയിലായിരിക്കും അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. നമ്മൾ മുന്നേ കൂട്ടി വിളിച്ച അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. എമർജൻസി ആണെങ്കിൽ നമ്മൾ കയറി ചെല്ലുക, കാര്യങ്ങൾ പറയുക. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് അല്ല എങ്കിൽ അവർ ഈ പറയുമ്പോൾ ഒന്ന് അമാന്തിക്കും. ജസ്റ്റ് അതാണ് ഈ പല വീഡിയോകളിലും ആളുകൾ പറയുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്ന പാരസെറ്റാമോളാന്ന് പറയും. ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് വരട്ടെ, ഇവർ അടിപൊളിയാണ് ഹെൽത്തിൻ്റെ കാര്യങ്ങൾ. എത്ര കോസ്റ്റ്ലി ഉള്ള കേസാണെങ്കിൽ പോലും ഇവർ വളരെ മാന്യമായിട്ട് തന്നെ ഡീൽ ചെയ്യും. ഒരു രൂപ പൈസ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട. നമ്മളാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ ഈ വിസ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ഹെൽത്ത് സർചാർജ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിന് മുന്നേ തന്നെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഭയങ്കര ഒരു കേസ് വരുവാണ്, നല്ല പൈസ വരുന്ന കേസാണ് എങ്കിൽ പോലും ഇത് ഫുള്ള് ഫ്രീ ആയിരിക്കും. മെഡിക്കൽ സിസ്റ്റം ഈസ് ഫ്രീ ഇൻ UK. ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷത്തിനും തുമ്മലിനും തലകറക്കത്തിനും ഒന്നും ഓടി ചെല്ലുമ്പോൾ നമ്മളെ കണ്ടില്ല എന്ന് വെച്ച് ഇതല്ല ഹെൽത്ത്. ഈ പറയുമ്പോൾ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് അവിടെ വരുമ്പോൾ UK അടിപൊളിയാണ്. എന്നിരുന്നാൽ കൂടി നാട്ടിൽ ഈ പറയും പോലെ നമുക്ക് ക്ലിനിക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് നമുക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. ഈ സംതൃപ്തി കണ്ടു പരിചയിച്ച് വന്ന ഒരാൾക്ക് UK ഈ ഒരു സിസ്റ്റത്തിനോട് പൊരുത്തപ്പെടാൻ കുറച്ചൊന്നുമല്ല. ഞാനിപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഉള്ളിൽ ഞാനൊരു ഹെൽത്ത് സർച്ചാർജ്, ഞാൻ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് കൃത്യമായിട്ട് ഇപ്പം മനസ്സിലാവും വാട്ട്സ് ദേ ഡൂയിങ് എന്നുള്ള സാധനം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടിപൊളിയാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിസം, അതല്ലെങ്കിൽ ഈ പറയും പോലെ ഇംഗ്ലീഷ് കൾച്ചറിലേക്ക് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് നാട്ടിൽ നമ്മൾ ഈ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ ലോക പൊളിറ്റിക്സൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർക്ക് നമുക്ക് മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായം അല്ല ഇംഗ്ലീഷുകാരോട്. അതിനൊരു കാരണമുണ്ട്. ഇവർ നമ്മുടെ രാജ്യത്തോടും നമ്മുടെ കാരണവന്മാരോടും ചെയ്ത ക്രൂരതകളും മറ്റതും മറിച്ചതൊക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ കൂടി ഇതല്ല, ഈ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുണ്ട് ഈ രാജ്യത്തേക്ക് വന്നിറങ്ങുന്ന ഒരാൾ കാണുന്ന ഒരു ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ നമ്മളൊരു പുറത്ത് കാണുന്ന ആളുകളിൽ ഒരു 20% അല്ലെങ്കിൽ ഒരു 10% മാത്രമേ ഈ പറയും പോലെ ആ ഒരു ക്രൈസി അല്ലെങ്കിൽ റേസിസം അല്ലെങ്കിൽ കറുപ്പിനോടും അല്ലെങ്കിൽ ഈ പറയും പോലെ ഗ്രേ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറിനോടൊക്കെ ഉണ്ടല്ലോ ഒരു ശരിയല്ലാതെ സമീപനം പുലർത്തുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. ബാലൻസ് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളിൽ നല്ല കുറേ മനുഷ്യന്മാരുണ്ട്, നല്ല കുറേ ഇംഗ്ലീഷുകാരുണ്ട്, നല്ല കുറേ എന്താ പറയുന്നത് പീപ്പിൾ ആർ ഗുഡ് ബ്രോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നൈസാണ്.
നമ്മൾ ഈ പറയും പോലെ നമ്മുടെ നാട്ടിലെ സിവിക് സെൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബിഹേവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. പക്ഷെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരവരുടെ സമാധാനത്തോടെ ജീവിക്കുകയാണ്. നമ്മൾ വന്നിട്ട് നമ്മുടെ സാധനം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ട് നമ്മൾ അവരെന്താണോ ചെയ്യുന്നത്, നമ്മളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, നമ്മളാണ് ഇവിടുത്തെ ഇൻട്രൂഡർ, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാണ്ടല്ലോ ദർ ഇസ് നോ റേസിസം അല്ലെങ്കിൽ ദർ ഇസ് നോ ബാഡ് പീപ്പിൾ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ UK എന്ന സെഗ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു രീതിയിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്ന് നമ്മളെ പരിചയപ്പെടുന്ന നമ്മുടെ ആളുകളുണ്ടല്ലോ, മലയാളീസ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ കേരളീയൻ, അല്ലെങ്കിൽ ഇന്ത്യൻ, അല്ലെങ്കിൽ ഏഷ്യൻസ്, എന്തും ആയിക്കോട്ടെ, എക്സ്പെഷ്യലി മലയാളികൾ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അവർക്ക് നമ്മളെ സംശയവും നമ്മൾക്ക് അവരുടെ സംശയവും എന്നുള്ളൊരു സാധനത്തിലാണ് നമ്മൾ നിൽക്കുക എപ്പോഴും. എന്ന് വെച്ചാൽ നമ്മളെ കൂടുതൽ അടുത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ നമ്മളെ പറ്റിക്കാൻ വരുവാണോ, അല്ലെങ്കിൽ ഇവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് നിൽക്കണത് എന്നുള്ള ചിന്ത അവൻ നമ്മളെ പറ്റിക്കാൻ വരുമോ എന്നുള്ള ചിന്ത നമുക്കും ഓട്ടോമാറ്റിക്കലി ഒരു സാധനം ക്രിയേറ്റ് ആവുകയാണ്. നമുക്ക് ഈ പറയുമ്പോൾ നാട്ടിൽ നമ്മൾ ഡാ എന്നും പറഞ്ഞ് തോളത്ത് കൈയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പാടല്ല. നമ്മൾ എന്തും എവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതിരി അങ്ങനത്തെ ഒരു ലോകത്തിലായതുകൊണ്ടായിരിക്കാം ആളുകൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്നുള്ള സാധനത്തിൽ ഭയങ്കര അധിഷ്ഠിതമാവുകയാണ് ഇവിടെ വരുമ്പോൾ. ഞാനെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം സോഷ്യലബിൾ ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ അത്യാവശ്യം മിങ്കിളായിട്ടുള്ള ലൈഫാണ് എൻ്റെ ഇഷ്ടം. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും താല്പര്യപ്പെടുന്ന ആളായതുകൊണ്ട് മാക്സിമം സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. അതിൽ നിന്ന് എനിക്ക് നല്ല, ഇപ്പോൾ എൻ്റെ 3 വർഷത്തിൽ എനിക്ക് നല്ലൊരു സുഹൃത്ത് വലയമുണ്ട്. ഞാൻ പോയി ഞാനൊരു 5-6 സ്ഥലങ്ങളിൽ താമസിച്ചു. ഇവിടെ നിന്ന് എല്ലാം അത്യാവശ്യം നല്ല സുഹൃത്ത് വലയമുണ്ട്. ഞാനത് കീപ്പപ്പ് ചെയ്യാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ എന്നിരുന്നാൽ കൂടിയും കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സ്വന്തം കാര്യം നോക്കിയാൽ നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ടുണ്ട്. ഈ സാധനം എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളെതിരെ കാണുന്ന ഒരു മലയാളിയും കണ്ടാൽ പോലും അവൻ എന്നെ പണിയാൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവൻ നമ്മളെ പണിയാൻ നിൽക്കണയാണോ എന്നുള്ള ചിന്ത എല്ലാവരുടെ ഇടയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊന്നും ഇല്ലാണ്ട് നോക്കേ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ ലോകം എന്നുള്ള നമ്മുടെ ഗുരുവിൻ്റെ വാക്കും ആ സാധനമൊക്കെ വെച്ചുകൊണ്ടുണ്ടല്ലോ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ച് പണ്ടാറാക്കി കളയും. ഈ ഗൾഫിലെ കഥകളും മറ്റതും മറിച്ചതൊക്കെ അതൊക്കെ ഇവിടെ തന്നെ അത് നേരെ കുറച്ച് വേറെ രീതികളിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഉണ്ടല്ലോ, വെതറാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ വാഹനത്തിൻ്റെ ടയർ മുതൽ കിടക്കുന്ന പില്ലോ മുതൽ എല്ലാ സാധനവും തണുപ്പ് കാലത്തും ചൂട് കാലത്തും വെവ്വേറെയാണ്. എല്ലാം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വേറെ. ഈവൻ ഇടുന്ന ചെരുപ്പ് പോലും തണുപ്പിലും സമ്മറിലും വെവ്വേറെയാണ്. എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വെതർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ഒരു പ്രേമമാണെന്നല്ലേ പ്രണയമാണെന്നൊക്കെ പഠിച്ച ആളുകളാണ് നമ്മൾ. മഴ കാണുമ്പോൾ നമുക്കൊരു പ്രണയം, മഴയോടൊരു പ്രണയമൊക്കെ തോന്നണമെന്ന് പഠിപ്പിച്ച കവികളിൽ നിന്നൊക്കെ കേട്ട് വന്നിട്ടുള്ള നമ്മൾ ഇവിടുത്തെ മഴ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു തണുപ്പ് കാണുമ്പോൾ വെതർ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മൾ കണ്ട മഴയോടും കാലാവസ്ഥയോടും പ്രകൃതിയോടുള്ള സ്നേഹം എന്നുള്ള സാധനം ഉണ്ടല്ലോ അത് കുറേയൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. ഇവിടുത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോയിലും അല്ലെങ്കിൽ മറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയല്ല ഇവിടുത്തെ ഒരു വെതർ. പക്ഷേ ഈ വെതറിൽ നിന്നുകൊണ്ടും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യുക എന്നുള്ളൊരു സാധനം മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കേപ്പബിലിറ്റിയാണ് ഈ സർവൈവിങ് എന്നുള്ളത്. സോ ഈ സർവൈവിങ് വെച്ചുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഈ ഒരു വെതറിലും എത്രയോ പേര് രക്ഷപ്പെടുന്നു. സോ ഇനിയും ആരൊക്കെ വന്നാൽ പോലും ഈ വെതറിൽ നിന്നല്ല ഏത് വെതറിലും മനുഷ്യനാണ് രക്ഷപ്പെടും. പിന്നെ നമുക്ക് കുറേയൊക്കെ ഗട്ട്സും വിൽ പവറും തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞു വരുമ്പോണ്ടല്ലോ UK എന്ന് പറഞ്ഞ രാജ്യം അടിപൊളിയാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹെൽത്ത് ആയിക്കോട്ടെ, മറ്റതായിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, ജനങ്ങളായിക്കോട്ടെ, റേസിസം മറ്റത് മറിച്ചത് എല്ലാം എന്ത് തന്നെ കണക്ക് കൂട്ടിയാലും ഈ രാജ്യം അടിപൊളിയാണ് നിലവിൽ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കൂട്ടി കണ്ടൊരു UK അല്ലെങ്കിൽ നമുക്ക് മുൻകൂർ ധാരണയുള്ള ബ്രിട്ടീഷ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ കാർന്നോന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് ഉപദ്രവിച്ചൊരു ആൾക്കാരുണ്ടല്ലോ, ഇതല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ബ്രിട്ടൻ. ഈ ബ്രിട്ടനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളെ വെൽക്കമിങ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ് ഇവിടെ വന്ന് ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ നിലവിൽ ഇവിടുത്തെ ഒരു മാറുന്ന കാലാവസ്ഥ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ ഈ രാജ്യത്തിനോട് ചെയ്ത കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് UK എന്ന രാജ്യത്തിന് എടുക്കേണ്ടി വരുന്ന കുറേ നിലപാടുകളിൽ പെട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ വിസ റൂൾസ് മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകൾ കുറേ ആളുകൾ നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് കുറേ അധികം ബുദ്ധിമുട്ടുകളിലേക്ക് പോയി ചാടുന്നുണ്ട്. അതിനുപരി ആളുകളെ പറ്റിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ, എങ്ങനെയെങ്കിലും പറ്റിച്ച് കുറേ കാശ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ ആളുകളിലേക്ക് പോയി പെടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. നാട്ടിൽ നിന്നുള്ള കയറി വരുന്നവരുണ്ട്, ഇവിടെ വന്നവരുണ്ട്. എനിക്ക് ഏതാണ്ട് ഇവിടെ വന്ന് പരിചയപ്പെട്ട എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരു 30% ആളുകൾ
പറ്റിക്കപ്പെട്ടവരാണ്, കൃത്യമായിട്ട് പറ്റിക്കപ്പെട്ടവരാണ്. അത് 1-2 ലക്ഷം രൂപയല്ല, 30-40 ലക്ഷം രൂപ, വേണ്ട 60 ലക്ഷം രൂപ വരെ പറ്റിക്കപ്പെട്ട് വരെ UK വന്നെത്തിയവരെ എനിക്കിവിടെ വന്നിട്ട് സ്ട്രൈറ്റ്ലി എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ളവരെ പരിചയമുണ്ട് എനിക്ക്. പക്ഷേ ഇവിടുത്തെ മാറുന്ന നിയമങ്ങളും ഇവിടുത്തെ ആളുകളും അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പാമ്പുകളെയും നമ്മൾ മുൻകൂട്ടി കാണാനും പറ്റുന്ന ഒരു ശേഷി നമുക്ക് ഉണ്ടാവണം. ഇനി ഇത് പറ്റുന്ന ശേഷി ഇല്ലെങ്കിൽ പോലും നമ്മളത് കണ്ടറിഞ്ഞ് നിൽക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം, തയ്യാറാവണം. എന്നിരുന്നാൽ UK അടിപൊളിയാണ്, കയറി വരാം, ധൈര്യമായിട്ട് കയറി വരാം, ജീവിക്കാം, പൈസ ഉണ്ടാക്കാം, എങ്ങനെയാണോ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുക ആ രീതിയിലൊക്കെ നമുക്ക് പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് UK.